നേരത്തെ മുതൽ ഇങ്ങനെ തന്നെയായിരുന്നോ ഹെയർ? ഹെയർ നല്ല ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഹെയർ പോയതല്ലേ? ഈ ഒരു ചുരുണ്ടിട്ട് തന്നെയായിരുന്നു പണ്ടേ, അതോ ഇപ്പം ചുരുണ്ട് വരാൻ തുടങ്ങിയാണ്? പണ്ടേ ഇങ്ങനെ തന്നെ. കാരണം ഇവിടുന്ന് ഇവിടെ വരെ അധികം ചുരുളലില്ല, അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ചുരുണ്ട് വരുന്നത്. പക്ഷേ ഇയാൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ, പ്രോട്ടീൻ അല്ലേ ചെയ്യുന്നത്, ബൊട്ടോക്സ് അല്ലേ ചെയ്യുന്നത്, ബൊട്ടോക്സ് ചെയ്ത് കഴിയുമ്പം അത്യാവശ്യം നല്ല വ്യത്യാസം വരും. കാരണം ഇതിപ്പോൾ ഇങ്ങനെ സ്ട്രിങ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കാണാം ഇതിൻ്റെ ഇടയ്ക്കൂടെ. പക്ഷെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടെ ലെങ്ത്തും കൂടും, മുടി കുറച്ചുകൂടെ വോളിയം ഉണ്ടാവും. പിന്നെ ഫോട്ടോ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? ഹാപ്പി. വിചാരിച്ചിരുന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുറച്ച് മുടി ഉള്ള ഫീല് വരും. ഇപ്പം ആ നെക്ക് കാണുന്ന പരിപാടി പോയി. ഇതിനേക്കാൾ ലെങ്ത് ഉണ്ട്, ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ. പക്ഷേ ഇത് സെൻറ്ററിൽ ഷോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ലെങ്ത്ത് കുറയ്ക്കേണ്ടി വന്നത്. ഇനിയിപ്പം ഈ കട്ട് ചെയ്ത മുടിയൊക്കെ വളരും, കട്ടായി പോയ മുടി, ബ്രേക്കായി പോയ മുടികളൊക്കെ അത് വളർന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ വോളിയം വരും, ഹെയറിന് മൊത്തത്തിൽ ഒരേ ലെങ്ത്തിലേക്ക് വരും. ഇതെന്താ വെച്ചാൽ മൊത്തം പൊട്ടി പൊട്ടി പോയതുകൊണ്ടാണ് വോളിയം ഇല്ലാണ്ടായി പോയത്. അപ്പം ഹാപ്പിയാണ്. താങ്ക് യു. ഇഷ്ടമായോ? ഈ സ്ട്രൈറ്റ് ലുക്ക് പ്രതീക്ഷിക്കരുത്, ഈ സ്ട്രൈറ്റ് ലുക്ക് ഉണ്ടാവില്ല. നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു നാച്ചുറൽ സ്ട്രൈറ്റ് ലുക്കേ ഉണ്ടാവുള്ളൂ, പക്കാ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കില്ല. ഓക്കെ, ഇവിടെയൊക്കെ ഉണ്ട്, നിറയെ ഹെയർസ് ഉണ്ട് ഒക്കെ വളരാനുള്ളത്. ഇനി പ്രോഡക്റ്റ് ഇത് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ